മലപ്പുറത്ത് വൈദ്യുതി വർധനയുമായി ബന്ധപ്പെട്ടുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിലേക്ക് നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനിടയിലാണ് മലപ്പുറത്ത് KSB ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പോലീസ് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് യൂണിറ്റിന് 16 പൈസ നിരക്കിലുള്ള വർധന പ്രഖ്യാപിച്ചത്. അത് വല്ലാത്ത ഇരുട്ടടിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാക്കളടക്കം ആരോപിച്ചത്. അതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം മലപ്പുറത്ത് അരങ്ങേറുന്നത്. അരുൺ അമൃതാഥ് വിവരങ്ങൾ വേണ്ട. അരുൺ, യൂത്ത് ലീഗ് മാത്രമാണോ UDF സംയുക്ത പ്രതിഷേധമാണോ? പ്രതിഷേധമാണ്. ഇന്നലെ തന്നെ രാത്രിയോട് കൂടി വൈകുന്നേരത്തിന് പിന്നാലെ തന്നെ യൂത്ത് ലീഗ് ഈ ഒരു പ്രതിഷേധം പ്രഖ്യാപിച്ചതാണ്. നേരത്തെ തിരൂരങ്ങാടി അരുൺ ഒന്നും കേൾക്കുന്നില്ല. അരുൺ വ്യക്തമാകുന്നില്ല. പ്രതിഷേധത്തിലേക്ക് തന്നെ പോവാം. ഒരു പ്രശ്നമാണ്, അതിലേക്ക് പോകാം. മലപ്പുറത്തെ KSB ഓഫീസിലേക്കുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് കാണുന്നത്. പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങുന്നു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ പലയിടത്തും ഈ കാഴ്ചകൾക്കുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസും വളരെ ശക്തമായി തന്നെ ഈ വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വർധനയോടുകൂടി തന്നെ അഴിമതിക്ക് കളവ് ഒരുങ്ങുന്നു എന്ന തരത്തിലേക്ക് പ്രതിപക്ഷ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ പോലും കണ്ടതാണ്. ഇതായിപ്പോൾ പ്രവർത്തകരെയൊക്കെ പോലീസ് നീക്കം ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുകയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രതിഷേധമുണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് പ്രവർത്തകരെ ഓരോരുത്തരായി പോലീസ് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സ്വാഭാവികം KSB ഓഫീസിലെ പ്രവർത്തനം തടസ്സപ്പെടുന്ന നിലയിലേക്ക് പോകാൻ പോലീസിനും അനുവദിക്കാൻ കഴിയില്ല. പ്രതിഷേധം ഇവരിടയ്ക്ക് നടക്കും. ശരി, അരുൺ അമൃതനാഥ് അവിടുന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ, അല്പസമയം മുമ്പ് കേൾക്കുന്നില്ലായിരുന്നു, വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുകയാണല്ലോ, അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? അതെ പൂജ, പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇന്നലെ ഈ വൈദ്യുതി ബിൽ വർധനവ് പിന്നാലെ തന്നെ യൂത്ത് ലീഗ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ആഹ്വാനം ചെയ്തതാണ്. പിന്നാലെ രാവിലെ തിരൂരങ്ങാടിയിലെ വെന്നിയൂരിലെ KSB ഓഫീസിന് മുന്നിൽ ആദ്യം പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. ഇപ്പോൾ മലപ്പുറം KSB ഓഫീസിലെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഉപരോധമാണ് തത്സമയം കാണുന്നത്. ആദ്യം പ്രവർത്തകർ ഇവിടെ ഇരുന്ന് ഓഫീസിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പിന്നീട് ഈ KSB ഓഫീസിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ പോലീസ് തടയുകയായിരുന്നു. അങ്ങനെ പോലീസും ബലപ്രയോഗം ഉപയോഗിച്ചാണ് ഈ പ്രവർത്തകരെ ഓരോന്നായി ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ജനരോഷം തന്നെ ഇത്തരത്തിലുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷം എന്തായാലും ഈ വൈദ്യുതി വർധനവിനെ വലിയൊരു ആയുധമാക്കി കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയുള്ള സമര പരിപാടികൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കം എന്നോണമാണ് ഇപ്പോൾ തന്നെ ഇന്നലെ രാത്രി തന്നെ പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടികൾ. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് മലപ്പുറത്തെ പ്രവർത്തകരെ ഓരോന്നായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പൂജ, ദിവിഷ്.